കൊടുങ്കാറ്റ് അപ്പോഴും അതിൻ്റെ സംഹാരതാണ്ഡവം തുടരുകയായിരുന്നു. താഴ്വരയിലെ വിജനതയും അപരിചിത ശബ്ദങ്ങളും ഇഴഞ്ഞെത്തിയ ഇരുട്ടും കൊടുങ്കാറ്റിൻ്റെ ഭീകരത വർദ്ധിപ്പിച്ചു. കൊടുന്തണുപ്പിൽ അസ്ഥികൾ പോലും മരവിക്കുന്നതായി പീറ്റർ പാർക്കർക്ക് തോന്നി. അയാൾ കുറ്റബോധത്തോടെ ചങ്ങാതി ഗ്രെഗ് ഹഡ്സനെ നോക്കി. ഇതൊന്നും സാരമില്ലെന്നേ എന്ന മട്ടിൽ പീറ്റർ പാർക്കറെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു. വിജനതയുടെ ഭീകരത അതിനുമുണ്ട് മനോഹാരിത. എന്തായാലും നാം വിശ്രമത്തിന് തിരഞ്ഞെടുത്ത സ്ഥലം ഗംഭീരം. ഡ്രാക്കുള പ്രഭുക്കന്മാരിൽ ഒരാളുടെ ഭാര്യയുടെ ശവക്കല്ലറ. ഹഹ. അപ്പോൾ പീറ്റർ പാർക്കർ പറഞ്ഞു, കൊടുങ്കാറ്റിലും മഞ്ഞിലും മരവിച്ചു മരിക്കുന്നതിൽ ഭേദമല്ലേ ഈ കല്ലറയിലെ വിശ്രമം? മഴയും കാറ്റും ഏൽക്കില്ലല്ലോ. 3 ഭാഗത്തും ഭിത്തി കെട്ടി ഉയർത്തിയ ഒരു മണ്ഡപം, അതിനു നടുവിൽ കൗണ്ടർ സ്റ്റെഫനോ ഡ്രാക്കുളയുടെ കല്ലറ, അതിനു ചുറ്റും വിശ്രമിക്കാൻ ആവശ്യത്തിന് സ്ഥലം. മുൻഭാഗത്തുകൂടി അതിൽ പ്രവേശിക്കാം. അവിടെ അവർ ഏറെക്കുറെ സുരക്ഷിതരായിരുന്നു. തണുപ്പേൽക്കാതെ ഉറങ്ങാൻ സഹായിക്കുന്ന സ്ലീപ്പിംഗ് ബാഗുകൾ പുറത്തെടുത്ത ശേഷം ഗ്രെഗ് ലഗേജ് സൗകര്യപ്രദമായ ഒരു സ്ഥാനത്ത് വെച്ചു. അയാൾ അതിൽ എന്തോ തിരയുന്നത് കണ്ട് പീറ്റർ പാർക്കർ ചോദിച്ചു, എന്താണ് അന്വേഷിക്കുന്നത്? തോക്ക്, അത് യഥാസ്ഥാനത്തുണ്ട്. ഇനി ഒരു മെഴുകുതിരി കൊളുത്തണം. ഗ്രെഗ് ചുറ്റും നോക്കി. അത് ഈ കല്ലറയുടെ മറവിൽ കൊളുത്തിയാൽ കാറ്റിൽ കെടില്ലെന്ന് തോന്നുന്നു. ഇത്തിരി വെളിച്ചവും കിട്ടും. അപ്പോൾ പീറ്റർ പാർക്കർ അത് തടഞ്ഞു. ചങ്ങാതി, വെളിച്ചം വേണ്ട. ഈ പ്രദേശത്ത് അനേകം മൈലുകളോളം മനുഷ്യവാസമില്ല. ഹൈവേയിലെത്താൻ കുറഞ്ഞത് 20 മൈൽ സഞ്ചരിക്കണം. അപ്പോൾ വെളിച്ചം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. ഇരുട്ടാണ് സുരക്ഷിതം. ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് ഗ്രെഗ് ഹഡ്സണ് തോന്നി. ഏതെങ്കിലും ഒരു ശത്രുവിൻ്റെ കണ്ണിൽ ആ പ്രകാശം ചെന്നുപെട്ടാൽ അപകടമാണ്. അയാൾ കയ്യിലെടുത്ത മെഴുകുതിരി കൊളുത്താതെ തിരികെ ബാഗിലിട്ടു. ചെറിയ ടോർച്ച് മാത്രം എടുത്ത് കീശയിലിട്ടു. കാറ്റിൻ്റെ ശക്തി അല്പം കുറഞ്ഞു. കൊടുങ്കാറ്റിൻ്റെ ഇരമ്പത്തിനും അല്പം ശമനമുണ്ടായി. അത് അവരുടെ മനസ്സിനും തെല്ല ആശ്വാസം നൽകി. ഏണസ്റ്റ് സ്റ്റെഫനോ ഡ്രാക്കുളയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശവക്കല്ലറയ്ക്ക് മുകളിലിരുന്ന് ആ സുഹൃത്തുക്കൾ ചുറ്റുപാടും കണ്ണോടിച്ചു. ഇരുട്ടിൻ്റെ കാഠിന്യം അല്പം കുറച്ചുകൊണ്ട് കാർപ്പാത്യൻ മലനിരകൾക്ക് മുകളിൽ നിലാവിൻ്റെ വിളറിയ പ്രകാശം ദൃശ്യമായി. കാറ്റിൽ അതിവേഗം നീങ്ങുകയാണ് മൂടൽമഞ്ഞ്. ഇപ്പോൾ ആ പ്രദേശമാകെ നിലാവിൽ കുളിച്ചു നിൽക്കുകയാണ്. കറുപ്പിൽ വെള്ളച്ചായം കലർത്തി നേർപ്പിച്ചു വരച്ച ഒരു മനോഹര ചിത്രമായി പ്രകൃതി അവർക്ക് മുമ്പിൽ നിലകൊണ്ടു. ഇവിടെ കാലാവസ്ഥ മാറുന്നത് വളരെ പെട്ടെന്നാണ്. നോക്കൂ, അരമണിക്കൂർ മുമ്പ് നാം കണ്ട സ്ഥലം ഇത് തന്നെയോ എന്നിപ്പോൾ സംശയം തോന്നുന്നു, ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു. അതേ സുഹൃത്തെ, താത്കാലികമായ ഭയങ്ങൾ പതറിപ്പോയാൽ പലപ്പോഴും നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. ആ കുതിരവണ്ടിക്കാർ പറഞ്ഞ പ്രേതകഥകൾ വിശ്വസിച്ചിരുന്നെങ്കിൽ നമ്മളും അവർക്കൊപ്പം മടങ്ങിപ്പോകുമായിരുന്നു. പീറ്റർ പാർക്കർ മന്ദഹസിച്ചു. അപ്പോൾ ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു, ഈ പ്രദേശത്തുകൂടി സഞ്ചരിച്ച ചില ആട്ടിടയന്മാരെ ഒരു പത്രപ്രവർത്തകൻ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ആ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താണ് അവർ എഴുതി പിടിപ്പിച്ചിരുന്നത്? പീറ്റർ പാർക്കർ ചോദിച്ചു. അപ്പോൾ ഗ്രെഗ് പറഞ്ഞു, ഈ പ്രദേശത്തെ ചിതറിക്കിടക്കുന്ന കല്ലറകൾക്കിടയിൽ നിന്നും അവർ ചില നിലവിളി ശബ്ദങ്ങൾ കേട്ടത്രേ. ധീരന്മാരായ ചിലർ ഒരു ദിവസം പകൽ നേരം ഇവിടെ എത്തി അവർ കല്ലറയുടെ മൂടി മാറ്റാൻ ശ്രമിച്ചു. എന്നിട്ട് അത് ഞാനിപ്പോൾ തന്നെ പറയണോ? നേരം പുലർന്നിട്ട് പറയാം, ഗ്രെഗ് മന്ദഹസിച്ചു. അപ്പോൾ പീറ്റർ പാർക്കർ നിർബന്ധിച്ചു. ഗ്രെഗ്, ധൈര്യമായി പറയൂ, എനിക്ക് ഭയമില്ല. ഏതു പ്രതിഭാസത്തെയും ശാസ്ത്രം കൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ. അകാരണമായ ഭയത്തിന് ഞാൻ ഒരിക്കലും അടിമപ്പെടില്ല. പറയൂ. ശരി, എങ്കിൽ പറയാം, ഗ്രെഗ് തുടർന്നു. ധീരന്മാരായ ചില ആട്ടിടയന്മാർ വന്ന് ഒരു ശവക്കല്ലറയുടെ മൂടി മാറ്റി. അതിൽ ഒരു പടയാളിയുടെ ജഡം. പക്ഷേ ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരം പോലെയായിരുന്നു അത്. യാതൊരു കേടുപാടുമില്ല. സുഹൃത്തെ, നിങ്ങൾ ഇത്ര പാവമായി പോയല്ലോ. വായനക്കാരെ രസം പിടിപ്പിക്കാൻ ചില മാഗസീനുകൾ എന്തെല്ലാം കഥകളാണ് സൃഷ്ടിക്കുന്നതെന്നറിയാമോ? ഇത്തരം കഥകളെക്കുറിച്ച് താങ്കൾക്ക് യുക്തിപൂർവ്വം ചിന്തിക്കാനാവില്ലേ? പീറ്റർ പാർക്കർ സുഹൃത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആവും, പക്ഷേ ചില കഥകൾ ചിലപ്പോൾ നാം അറിയാതെ വിശ്വസിച്ചു പോകും. സത്യത്തിൽ ഇവിടെ എത്തിയപ്പോൾ വീശിയ കൊടുങ്കാറ്റ് അതെന്നെ അല്പം ഭയപ്പെടുത്തുക തന്നെ ചെയ്തു. പുറത്തേക്ക് നോക്കൂ,
എന്താണത്? ഗ്രെഗ് പറഞ്ഞത് കേട്ട് പീറ്റർ പാർക്കർ പുറത്തേക്ക് നോക്കി. എങ്ങും പരന്നു കിടക്കുന്ന മഞ്ഞ്, അതിൽ നിലാവ് വീഴുന്നുണ്ട്. അങ്ങിങ്ങ് കറുത്ത ചിത്രങ്ങൾ പോലെ പൊന്തക്കാടുകളും കുറ്റിച്ചെടികളും, അതിനപ്പുറം തലയുയർത്തി നിൽക്കുന്ന കൊടുമുടികൾ. അവയ്ക്കിടയിൽ ഒരു ചലനം. അകലെ അകലെ 2 കൊടുമുടികൾക്കിടയിൽ ചെറിയൊരു താഴ്വര കാണാം. അവർ കണ്ട രൂപം മെല്ലെ താഴ്വരയിലേക്ക് ഇറങ്ങി. നിലാവിൽ അത് ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. അതൊരു കുതിരയാണല്ലോ. കുതിരപ്പുറത്ത് ഒരാളുണ്ടല്ലോ. ഗ്രെഗ് ഹഡ്സൺ സൂക്ഷിച്ചു നോക്കി. അതെ, ആ കുതിര താഴ്വാരം മുറിച്ചു കടക്കുകയാണ്. വൈകാതെ അത് നാം കടന്നു വന്ന പാതയിൽ പ്രവേശിക്കും. അങ്ങനെയെങ്കിൽ ആ രൂപം സഞ്ചരിക്കുന്നത് ഇങ്ങോട്ടായിരിക്കണം. നോക്കൂ, ഒരു പുരാതന പടയാളിയുടെ, അല്ല, ഒരു പ്രഭുവിൻ്റെ വേഷമാണല്ലോ അയാൾ ധരിച്ചിരിക്കുന്നത്. അതെ, നൂറ്റാണ്ടുകൾ മുമ്പ് ഡേഷ്യൻ പ്രഭുക്കന്മാർ ധരിച്ചിരുന്ന മട്ടിലുള്ള വേഷം. പെട്ടെന്ന് നിലാവ് മാഞ്ഞു. അകലെ എങ്ങോ ഒരു ചെന്നായയുടെ ഓരിയിടൽ മുഴങ്ങി. അതിന് മറുപടി എന്നോണം താഴ്വരയുടെ പല ഭാഗങ്ങളിൽ നിന്നും അതേ ശബ്ദം മുഴങ്ങി. പീറ്റർ പാർക്കർ ചങ്ങാതിയെ നോക്കി. ഗ്രെഗ് ഹഡ്സൺ പീറ്റർ പാർക്കറുടെ മുഖഭാവം ശ്രദ്ധിച്ചു. ശാസ്ത്രത്തിൽ അമിത വിശ്വാസമുള്ള സുഹൃത്തിൻ്റെ മുഖത്തെ ധീരഭാവം മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാവുന്നത് പോലെ ഗ്രെഗ് ഹഡ്സണ് തോന്നി.